ഹായ് ഫ്രണ്ട്സ്, കെ പ്ലസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഫസ്റ്റായിട്ട് കാണുന്നവരാണെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്താണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. രേവതിയുടെ സഹോദരൻ പറയാണ്, എല്ലാറ്റിനും കാരണം ആ ഗജാനന്ദനാ. എത്ര കിട്ടിയിട്ടും അവൻ പഠിക്കുന്നില്ലല്ലോ. പിന്നെ ദേവു അടുത്ത് ചെന്ന് അമ്മയെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് സുധിയെയാണ്. സുധി ഒരു ഓട്ടോയിൽ കയറിയിട്ട് വണ്ടിയുടെ ഷോപ്പിലേക്ക് പോയിരിക്കുകയാണ്. വണ്ടിയുടെ ക്യാഷൊക്കെ കൊടുത്തിട്ട് അവൻ അങ്ങോട്ടേക്ക് നടന്നു പോവുകയാണ്. ഓരോരുത്തരും അവിടെ നിന്ന് വണ്ടിയുടെ നിലവാരം അന്വേഷിക്കുകയാണ്. അതായത് ഓരോരോ വണ്ടിക്ക് എത്ര മൈലേജ് ഉണ്ട്, എത്ര എങ്ങനെ അതിൻ്റെ റേറ്റും ഒക്കെ എല്ലാം അന്വേഷിക്കുകയാണ്. അപ്പോൾ അങ്ങോട്ടേക്കാണ് സുധിയും കയറി ചെല്ലുന്നത്. ഓരോ വണ്ടിയുടെ പ്രൈസ് ചോദിക്കുകയാണ്, പിന്നെ വണ്ടിയുടെ കളർ ചോദിക്കുകയാണ്, പിന്നെ വണ്ടിയുടെ മോഡലും ഒക്കെ ഓരോരുത്തരും അന്വേഷിച്ച് അവിടെ നിന്ന് എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുകയാണ്. അവിടേക്ക് കയറി വന്ന സുധിയെ കണ്ടിട്ട് അവർ പറയാണ്, ഗുഡ് മോർണിംഗ് സാർ. യെസ്, ഗുഡ് മോർണിംഗ്. ഏത് കാറാണ് സാർ നോക്കാൻ വേണ്ടി വന്നത്? ഞാൻ കാർ വാങ്ങാൻ വേണ്ടി വന്നതല്ല. മിസ്റ്റർ സത്യനാഥ് ഉണ്ടോ ഇവിടെ? MD സാറിനെയാണോ ഉദ്ദേശിച്ചത്? അതെ, മൈ നെയിം ഈസ് സുധി എന്ന് പറഞ്ഞ അയാൾക്ക് കൈ കൊടുക്കുകയാണ്. എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണം. അപ്പോയിൻമെൻ്റ് ഉണ്ടോ? യെസ്. സാറ് ബിസിനസ് മീറ്റിങ്ങിന് വന്നതാണോ? ബിസിനസ് മീറ്റിംഗ് ഒന്നുമല്ല, ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വന്നതാ. ഓ, ജോലിക്ക് വേണ്ടി വന്ന ആളാണല്ലേ. എൻ്റെ ഇൻ്റലിജൻസ് ഈ കമ്പനിക്ക് ആവശ്യമുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി വന്നതാ. അപ്പോൾ അയാൾ മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇയാളെന്താ നോർമൽ അല്ലേ? സുധി അയാളോട് ചോദിക്കുകയാണ്, എന്താ? അപ്പോൾ അയാൾ പറയാണ്, നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യും, ഞാൻ അപ്പുറം പോയി ചോദിച്ചിട്ട് വരാം. ചെല്ലാൻ പറഞ്ഞു. നേരെ ചെന്നാൽ മതി. റൈറ്റ് സൈഡിലാ MDയുടെ ക്യാബിൻ. താങ്ക് യു സാർ. മേ കമ്മിങ്? വാ. നിങ്ങൾ സുധി അല്ലേ? സാർ, എൻ്റെ പേര് സുധി എന്നാണ്. സുധി അല്ല സാറേ, നമ്മളെ ഈ ധനം എന്നെഴുതുന്ന ധനം ദ ഇല്ലേ, അല്ലാതെ തറാന്നെഴുതുന്ന ത അല്ല. സുധി. എന്തെങ്കിലും ആട്ടെ, താനിരിക്ക്. താങ്ക് യു സാർ എന്ന് പറഞ്ഞ് സുധി അവിടെ ഇരുന്നു. സുധി അവിടെ പരക്കെ നോക്കുകയാണ്. അപ്പോൾ ഓഫീസർ ചോദിക്കുകയാണ്, താനെന്താ ഇങ്ങനെ എല്ലായിടത്തും നോക്കുന്നേ? അല്ല സാർ, ഇവിടെ ഇൻ്റർവ്യൂ തന്നെയല്ലേ നടക്കുന്നത്? അതെ, അതിനല്ലേ താങ്കൾ വന്നത്? അല്ല സാർ, ഞാൻ കുറേ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ കോൺഫറൻസ് ഹാളിൽ വെച്ച് കുറേ പേർ ചേർന്നാണ് ഇൻ്റർവ്യൂ ചെയ്യാറ്. ഇവിടെ അതൊന്നും ഇല്ല അനിയ. ജോലിക്കാളെ വേണം. അതിന് യോഗ്യതയുണ്ടോയെന്നറിയാൻ ഞാൻ മതി. ഇവിടുത്തെ സ്വീപ്പർ മുതൽ മാനേജർമാർ വരെ സെലക്ട് ചെയ്ത് ഞാൻ ഒറ്റ ഒരാളാണ്. ഓക്കെ സാർ. സാർ, ദിസ് ഈസ് മൈ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞ് അവൻ കുറേ ഫയൽ എടുത്തു കൊടുക്കുകയാണ്. 3 മാസ്റ്റർ ഡിഗ്രി സാർ. അവൻ്റെ ക്വാളിഫിക്കേഷൻ ഓരോന്നോരോന്നായി പറയാണ്. അവൻ്റെ ഒരുപാട് ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം പറയുമ്പോൾ അവർ പറയാണ്, അനിയ മതി, നിർത്ത്. ഇങ്ങനെ പറഞ്ഞാൽ ശ്വാസം മുട്ടി മരിച്ചു പോകും. സാർ, എനിക്ക് കുറേ ഡിഗ്രി ഉണ്ട് സാർ. സാറിന് വേണമെങ്കിൽ സാറിനെ നോക്കിക്കോളൂ. അത് വാങ്ങിച്ച സാറ് പറയാണ്, ഇതെന്താ ആൽബോ, നല്ല വെയിറ്റ് ഉണ്ടല്ലോ. എന്തായാലും പഠനം ഇവിടെ വെച്ച് നിർത്തിയത് നന്നായി. ഇനിയും പഠിച്ചിരുന്നെങ്കിൽ തൻ്റെ ജന്മം പാഴായേനെ. ഇവിടെ സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ ജോലിക്ക് ഇത്രയും പഠനത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. അതും എനിക്കറിയാം സാർ. എൻ്റെ പഠിപ്പിനും ബുദ്ധിക്കും അനുസരിച്ചുള്ള ജോലി തരാൻ ആരെങ്കിലും റെഡിയാവണ്ടേ സാർ? ഒരുപാട് ഡിഗ്രി ഉണ്ട്, പക്ഷേ കയ്യിൽ കാശില്ല. പഠിപ്പിനനുസരിച്ചുള്ള പണമല്ല ഇവിടെ ആളുകളുടെ കയ്യിലെത്തുന്നത്. ഉദാഹരണമായി സാറിന് എൻ്റെ അത്ര പഠിപ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെ, സാറിൻ്റെ അത്ര ഡിഗ്രി ഒന്നും എനിക്കില്ല. നന്നായി എഴുതാനും വായിക്കാനും അറിയാം. അപ്പോൾ സുധി പറയാണ്, അതാണ് സാർ ഞാൻ പറഞ്ഞത്, ഈ പഠിപ്പിനനുസരിച്ചുള്ള പണമല്ല ആളുകൾ വാങ്ങിക്കുന്നത്. ഡിഗ്രി ഇല്ലാത്ത സാറിൻ്റെ കയ്യിൽ പണമുണ്ട്, അതുകൊണ്ട് സാർ ഇവിടുത്തെ MD ആയി. കുറേ ഡിഗ്രിയുള്ള എൻ്റെ കയ്യിൽ പണമില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ ജോലി തേടി നടക്കുന്നത്. ഇതൊക്കെ കേട്ട് MD സാറിന് ചിരിയാണ് വന്നത്. അനിയ, ഞാൻ പിറന്നത് പണക്കാരനായിട്ടല്ല. ദരിദ്ര കുടുംബമായിരുന്നു എൻ്റേത്. അച്ഛനും അമ്മയും നേരത്തെ മരിച്ചു. ഞാൻ ആവശ്യത്തിന് പഠിച്ചു. പിന്നെ ഒരു വർക്ക്ഷോപ്പിൽ ജോലി കയറി. കുറേ കാലം രാവും പകലും ജോലി ചെയ്തതിന് ശേഷം സ്വന്തമായിട്ടൊരു വർക്ക്ഷോപ്പ് തുടങ്ങി. അവിടുന്ന് പടിപടിയായിട്ട് വളർന്നു. കുറച്ച് വർഷമായി ഈ കാർ ഷോറൂം തുടങ്ങിയിട്ട്. ഡിഗ്രി കൊണ്ട് മാത്രം പണം വരില്ല അനിയ, കഠിനാധ്വാനം വേണം. സാർ, എല്ലാവരും അധ്വാനിക്കുന്നുണ്ടല്ലോ, അവരൊക്കെ ഉയർന്ന നിലയിൽ എത്തുന്നുണ്ടോ? ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്താലേ ഉയർന്ന നിലയിലെത്തും. ലക്ഷ്യം ഉണ്ടാവണം, കുറച്ച് നന്മയും കുറച്ച് സത്യസന്ധതയും. നാളെ കോടീശ്വരനാവണം എന്ന് വിചാരിച്ചാലേ നടക്കില്ല. പടിപടിയായിട്ട് മുന്നോട്ട് പോകണം. ഞാനേ മെക്കാനിക് സത്യനാഥനിൽ നിന്നും സത്യനാഥൻ മുതലാളിയായത് അങ്ങനെയാ. ശരി, താങ്കൾ എന്താവാൻ ആഗ്രഹിക്കുന്നത്? സാർ, എനിക്ക് കുറേ ഐഡിയാസ് ഉണ്ട് സാർ.
നിറയെ തോട്ട്സും ഉണ്ട്. ഓരോ ദിവസവും പുതിയതായി എന്തെങ്കിലും ഒക്കെ ചെയ്യണമെന്നുണ്ട്. ഞാൻ വിചാരിക്കുന്നത് പോലെ സ്വന്തം ഇഷ്ടത്തിന് ജോലി ചെയ്യാൻ പറ്റണം. എൻ്റെ കീഴിൽ കുറേ പേര് ജോലി ചെയ്യണം. ഞാൻ പറയുന്നതൊക്കെ അവർ അനുസരിക്കണം. കുറേ സമ്പാദിക്കണം. പിന്നെ എല്ലാ ഡിസിഷൻസും ഞാൻ തന്നെ എടുക്കണം. ആ, മനസ്സിലായി മനസ്സിലായി. അയാൾ എണീച്ചിട്ട് വിളിക്കാണ് ശ്രുതിയെ. അനിയൻ ഒന്നിങ്ങോട്ട് വാ. വാ അനിയനെ, എൻ്റെ ഈ കസേരയിലോട്ട് ഒന്നിരിക്ക്. ശ്രുതി കസേര നോക്കുകയാണ്. അപ്പോൾ പറയാം, ആ ആ. ശ്രുതി ആ കസേരയിലിരിക്കുന്നു. ആരൊക്കെയോ ഫോൺ വിളിക്കുന്നു. ഫോൺ വരുന്നു. ലാപ്പിൽ എന്തൊക്കെയോ ചെയ്യുന്നു. ആരുടെ ഫോൺ വന്ന് അത് അറ്റൻഡ് ചെയ്ത് അതൊന്നും നടക്കില്ല, അതൊന്നും പറ്റില്ല എന്ന് ശൗര്യത്തോടെ പറയാണ്. അവിടെ നിന്ന നേരം കൊണ്ട് ആലോചിച്ചതാണ് ശ്രുതി. അവിടുത്തെ MD ആയ സാറ് വിളിക്കുകയാണ്. അനിയ, എന്താ സാർ? എന്നിട്ട് പറയാണ്, താങ്കൾക്ക് വേണ്ടത് ശമ്പളം വാങ്ങുന്ന ജോലിയല്ല, ശമ്പളം കൊടുക്കുന്ന ജോലിയാണ്. ചുരുക്കി പറഞ്ഞാൽ വലിയ മുതലാളിയാവാനാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യ്, ഈ സീറ്റിലോട്ടൊന്നിരിക്കുക. സാറ് പറഞ്ഞത് ശരിയാ സാർ, MD ആവാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. വേണമെങ്കിൽ ഞാൻ ഈ ചെയറിലിരിക്കാം. എന്നിട്ട് അദ്ദേഹം പറയാണ്, എടോ കളിയാക്കിയാലും മനസ്സിലാവില്ലേ? അപ്പോഴാണ് അവൻ ഓടിയത് കളിയാക്കിയതാണെന്ന്. എന്നിട്ട് പറയാണ്, തനിക്ക് പറ്റിയ ജോലി ഇവിടെയില്ല, താൻ ചെല്ല്. അയ്യോ അങ്ങനെ പറയല്ലേ സാർ, ഈ സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ ജോലി അത് ഞാൻ ചെയ്തോളാം. ഇപ്പോൾ കല്യാണം കഴിഞ്ഞതാ, അതുകൊണ്ട് എനിക്കൊരു ജോലി അത്യാവശ്യമാണ്. എൻ്റെ വൈഫ് റെഫർ ചെയ്തിട്ടാണ് ഞാൻ ഈ ഇൻ്റർവ്യൂവിന് വന്നത്. പ്ലീസ് സാർ. താങ്കൾ നന്നായി സംസാരിക്കുന്നുണ്ട്. കാർ സെയിൽ ചെയ്യുന്ന ജോലിക്ക് അത് അത്യാവശ്യമാണ്. എന്തൊക്കെയോ ഐഡിയാസ് ഉണ്ടെന്നല്ലേ പറഞ്ഞത്? ആ ആ അതെ സാർ. നമുക്ക് നോക്കാം. താങ്കൾ ജോലിക്ക് ജോയിൻ ചെയ്തോളൂ. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. മറ്റ് കാര്യങ്ങളൊക്കെ ഓഫീസിൽ നിന്ന് പറയും. ചെല്ല്. ശരി സാർ, താങ്ക് യു. വീണ്ടും സാർ വിളിക്കുകയാണ്. അനിയ, ഒരു നിമിഷം. എന്താ സാർ? കസ്റ്റമറാണ് എൻ്റെ ദൈവം, അത് മനസ്സിൽ വെച്ച് വേണം വർക്ക് ചെയ്യാൻ. ശരി സാർ. അപ്പോഴാണ് സച്ചി അവിടേക്ക് വന്നത്. സച്ചി വന്നിട്ട് വിളിക്കുകയാണ്, അനൂപേ, എടാ അനൂപേ. അപ്പോഴാണ് കാറിനടിയിൽ കിടന്ന ഒരാൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അയാളെ കാല് തട്ടിയിട്ട് അയ്യോ എന്ന് പറയാണ്. എന്നിട്ട് പറയാണ്, കാറിനെന്താ സാറേ പ്രശ്നം? ഇങ്ങനെന്താ കാർ ഞാൻ ഇന്ന് കൊണ്ടുവന്നതല്ലേ ചോദിക്കുന്നത്? കുറേ കാലമായിട്ട് കാർ ഇവിടെ ഉണ്ടല്ലോ. നീ ഇപ്പോൾ ഓടിക്കുന്ന കാറിന് എന്താ പ്രശ്നമെന്ന്? അതിന് 100 കൂട്ടം പ്രശ്നങ്ങൾ, അതവിടെ നിൽക്കട്ടെ. എൻ്റെ കാർ ഇവിടെ, അതാ അവിടെ കിടക്കുന്നു. അവനതിൻ്റെ ഫ്രണ്ട് തുറന്നു വെച്ചിരിക്കുകയാണ്. എന്നിട്ട് സച്ചി ചോദിക്കുകയാണ്, എടാ നീ എന്തിനാ ഇതൊക്കെ തുറന്നു വെച്ചിരിക്കുന്നത്? ഇതിനകത്ത് പൊടിയൊക്കെ കയറില്ലേ? അടച്ചു വെച്ചാൽ ഇതെങ്ങനെയാണ് റിപ്പയർ ചെയ്യാൻ പറ്റുക? അനൂപേ, ഇതെപ്പോൾ റെഡിയാവൂടാ? നീ എൻ്റെ അവസ്ഥ കാണുന്നില്ലേ? വാടകയ്ക്ക് കാർ എടുത്തിട്ടാണ് ഞാൻ ഓടിക്കുന്നത്. എടാ അത് മുതലാവുന്നില്ല. എത്ര നാളായി നിൻ്റെ കയ്യിൽ തന്നിട്ട്? ഒന്ന് പെട്ടെന്ന് ശരിയാക്കി തടാ. എടാ ഞാനെന്ത് ചെയ്യാനാടാ? ഒന്ന് ശരിയാക്കുമ്പോൾ വേറൊന്ന് തകരാറിലാവും. കഴിഞ്ഞ ആഴ്ചയല്ലേ ബാറ്ററി വാങ്ങിച്ചത്, അന്ന് നീ ഒരു കുഴപ്പം പറഞ്ഞില്ലല്ലോ. അതൊക്കെ വേറെ വേറെയാണ്. പോലീസുകാർ നല്ല പണി തന്നിട്ടുണ്ട്, അതാ ഇങ്ങനെ. ഓരോരോ കാരണം പറഞ്ഞ് നീ ഇങ്ങനെ വൈകിപ്പിക്കലേ. പെട്ടെന്ന് ശരിയാക്കി തടാ. ഒരാഴ്ച കഴിഞ്ഞ് തരാം. ഇത് തന്നെയാണ് നീ കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞത്. അതിനിടയിലല്ലേ പുതിയ സംഭവങ്ങൾ ഓരോന്ന് വരുന്നത്. നീ സാധനം വാങ്ങിക്കാനുള്ള കാശിതാ, ഞാൻ ശരിയാക്കി തരാം. എത്ര വേണം? ഒരു 20,000 വേണ്ടി വരും. തൽക്കാലം നീ ഒരു 10,000 താ. ഫിനാൻഷ്യർക്ക് കൊടുക്കാൻ വെച്ച കാശാ, അതിൽ നിന്നും 10,000 പോയി കിട്ടി. പകുതി ക്യാഷ് കൊണ്ടു കൊടുത്താലേ അയാളെ വായി കിടക്കുന്നത് ഞാൻ കേൾക്കേണ്ടി വരും. ഈ കല്യാണം കഴിച്ചാൽ അതോടെ മനുഷ്യരുടെ താളം തെറ്റും. കല്യാണം കഴിച്ചതാണോ? ആ, കഴിഞ്ഞ മാസമാണ് കഴിച്ചേ. അപ്പം നീയും എന്നെ പോലൊരു പാവം. ജീവിതം പഞ്ചറായ ടയർ പോലെ ആവാൻ അധിക നാളൊന്നും വേണ്ട. ഇതാ ക്യാഷ് പിടിക്ക്. അടുത്ത ആഴ്ച കാർ തരുമല്ലോ അല്ലേ? ശ്രമിക്കാം. ശ്രമിക്കാമെന്നോ? ഇപ്പോഴല്ലേ നീ പറഞ്ഞത് അടുത്ത ആഴ്ച തരാമെന്ന്. അടുത്ത ആഴ്ച ആകുമ്പോഴേക്കും കാറ് റിപ്പയർ ചെയ്ത് കിട്ടിയിരിക്കണം. നീ വേഗം കാറ് ശരിയാക്കി വെക്ക്. ബാക്കി ക്യാഷ് ഞാൻ അപ്പം തരാം. ശരി. സച്ചി ഒന്ന് ബാക്ക് തിരിഞ്ഞു നോക്കി. അവൻ്റെ കാറ് സങ്കടത്തോടെ ഒന്ന് നോക്കിയിട്ട് അവൻ പോയി. പിന്നെ കാണിക്കുന്നത് രേവതിയുടെ അമ്മ പൂക്കെട്ടുന്നതാണ്. അടുത്ത് വന്ന മോനോട് പറയാണ്, എടാ മോനെ, നീ ഒന്ന് രേവതിയെ വിളിക്ക്, എന്തായിന്നറിയാലോ. എന്തായി കാണും അവിടെ? അപ്പോൾ അവൻ പറയാണ്, എന്തായി കാണാനാ, സച്ചിയേട്ടൻ്റെ ദേഷ്യമൊക്കെ തണുത്ത് കാണും. 2 പേരും ജോളിയായിട്ട് ഇരിക്കുന്നുണ്ടാവും. അവൻ്റെ സ്വഭാവം വെച്ച് അങ്ങനെ ആവാനും സാധ്യതയുണ്ട്. അല്ലേ മോളെ? ദേവുവിനോട് ചോദിക്കാം. ഏയ്, ഇത് അത്ര വേഗം കെട്ടടങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കരിനാക്ക് വളക്കാതെടി. അപ്പോഴേക്കും രേവതി അവിടെ എത്തിയിരുന്നു. അപ്പോൾ അമ്മയെന്ന് വിളിച്ചിട്ട് അവൾ വന്നപ്പോൾ പറയാണ്, ദേവു പറയാണ്, ചേച്ചി വാ. അമ്മ പറയാ, 100 ആയുസാണ് എനിക്ക്. നിന്നെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുക ഞങ്ങൾ. ഒന്ന് പോവാ എൻ്റെ അമ്മേ. 100 ആയുസുണ്ടായിട്ട് എന്ത് ചെയ്യാനാ? ഇപ്പം തന്നെ മതിയായി. ഇനി എന്തെന്നറിയാതെ ഓടുക. മതിയായെന്നോ?
എന്താ മോളെ പ്രായം ചെന്നവർ പറയുന്നത് പോലെ പറയുന്നേ? നീ ജീവിതം തുടങ്ങിയതല്ലേ ഉള്ളൂ. ആ, നല്ല തുടക്കം. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. പിന്നെ അവളുടെ സഹോദരനോടും സഹോദരിയോടും ചുറ്റി ചോദിക്കുകയാണ്, ആ, രണ്ടുപേരും നന്നായിട്ട് പഠിക്കുന്നുണ്ടല്ലോ അല്ലേ? പഠിക്കും ചേച്ചി. പഠിച്ച് വലിയ ആളാവണം, എന്നാലേ വീട്ടിലും നാട്ടിലും വില കിട്ടും. ഇല്ലെങ്കിൽ എന്നെ പോലെയാവും. കാണുന്നില്ലേ, പാതി കെട്ടിയ പൂമാല പോലെയായി എൻ്റെ ജീവിതം. അവൾ എന്നിട്ട് അതും പറഞ്ഞിട്ട് അമ്മയുടെ അടുത്ത് ഇരുന്നിട്ട് പൂവ് കെട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ ദേവു ചോദിക്കുകയാണ്, എന്താ ചേച്ചി, അവിടെ പ്രശ്നങ്ങളൊന്നും തീർന്നില്ലേ? കുത്തുവാക്കുകൾ സഹിക്കാൻ കഴിയാത്തത് കൊണ്ടാണോ ചേച്ചി ഇങ്ങോട്ട് വന്നേ? ഏയ്, അങ്ങനെ വരണമെങ്കിൽ കല്യാണം കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഞാൻ ഇങ്ങോട്ട് വരേണ്ടതല്ലേ? എനിക്കിതൊക്കെ ശീലമായില്ലേ ദേവു. ഇപ്പോൾ വഴക്ക് കിട്ടിയില്ലെങ്കിൽ ഉറക്കം വരില്ല എന്നുള്ള സ്ഥിതിയിലായി. ഒരു പ്രശ്നവും ഇല്ല എന്ന് അഭിനയിക്കല്ലേ ചേച്ചി. നല്ല വിഷമമുണ്ട് ചേച്ചിക്ക്. ഏയ്, എനിക്ക് വിഷമമൊന്നുമില്ല. എനിക്ക് വിഷമം നിങ്ങളുടെ കാര്യം ഓർത്തിട്ടാ. നല്ല സമയത്താ നിങ്ങൾ രണ്ടുപേരും വീട്ടിലേക്ക് വന്നത്. അവർ പറയുന്നതൊക്കെ നിങ്ങൾ കേട്ടില്ലേ? സങ്കടമായില്ലേ നിങ്ങൾക്ക്? എന്നെ ഒന്ന് വിളിച്ചിട്ട് വരായിരുന്നില്ലേ അമ്മേ? വിളിച്ചിട്ട് വന്ന സച്ചിയേട്ടൻ ചേച്ചിയെ വഴക്ക് പറയില്ലേ? അതല്ല, ഇവിടുത്തെ അവസ്ഥ ശരിയല്ല. നിങ്ങൾ പിന്നെ വന്നാൽ മതി എന്ന് പറയുമായിരുന്നു. എന്നെ പറയുന്നതൊക്കെ നിങ്ങൾ കേട്ടു. എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വരെ അയാൾ പറഞ്ഞു. നിസ്സഹായരായി എൻ്റെ അമ്മയ്ക്കും അനിയത്തിക്കും ഒക്കെ കണ്ടു നിൽക്കേണ്ടി വന്നു. അതാ എനിക്ക് വിഷമായത്. ആ, ഇനി വരുമ്പോൾ വിളിച്ചിട്ട് വന്നാൽ മതി കേട്ടോ. സച്ചിക്ക് നിന്നോടുള്ള ദേഷ്യമെല്ലാം മാറിക്കാണുമല്ലോ അല്ലേ? എവിടെ, അതടുത്തൊന്നും മാറില്ല. എന്നെ വഴക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കും. അവൻ്റെ അച്ഛമ്മയുടെ അടുത്ത് പോയി വന്നതിന് ശേഷം അവനാകെ മാറിയതാണല്ലോ. പിന്നെ നിന്നെ സ്വന്തം ജീവനെ പോലെ കണ്ടു. നിനക്ക് വേണ്ടി അവൻ്റെ അമ്മയോട് സംസാരിച്ചു. പെട്ടെന്ന് മാറാൻ കാരണം നീ സത്യം പറയാത്തത് കൊണ്ടല്ലേ? എന്ന് പറയായിരുന്നില്ലേ ചേച്ചിക്ക്? പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ അദ്ദേഹം ജയിലിൽ കിടക്കുന്നുണ്ടാവും. ആ വിഷയം നടന്നിട്ട് കുറേ നാളായി. അതിൻ്റെ ചൂട് കുറഞ്ഞു. എന്നിട്ടും സച്ചിയേട്ടൻ ഗജാനന്ദനെ പോയി അടിച്ച് ഒരു പരുവാക്കി. അന്ന് ചൂടുള്ള സമയത്തങ്ങാനാ പറഞ്ഞതെങ്കിൽ നമ്മുടെ ചുമരുകളിൽ പോസ്റ്റ് വന്നേനെ, ഗജാനന്ദന് ആദരാഞ്ജലികൾ എന്നും പറഞ്ഞ്. പിന്നെ രേവതിയുടെ അമ്മ പറയാണ്, മോളെ, നല്ലവനാ സച്ചി. മുൻകോപം മാത്രം അവൻ്റെ ശാപം. നേരത്തെ ഇങ്ങനെയല്ലല്ലോ പറഞ്ഞത്? ദേവുവിൻ്റെ സഹോദരൻ പറയാണ്. അവൻ്റെ അപ്പോഴത്തെ ദേഷ്യത്തിന് പറഞ്ഞു പോയതാ. സത്യം അവനോട് പറഞ്ഞില്ല. ഒരു തെറ്റും ചെയ്യാതെ പോലീസ് സ്റ്റേഷനിലും കിടന്നു. കാറ് വർക്ക്ഷോപ്പിലായി. അദ്ദേഹത്തിന് എൻ്റെ മേക്കിട്ട് കയറേണ്ട ഒരാവശ്യവുമില്ല. ഞാനാണോ ഇതൊക്കെ വരുത്തി വെച്ചത്? നമ്മുടെ അച്ഛൻ ഇതുവരെ അമ്മയെ വഴക്ക് പറഞ്ഞിട്ടില്ല. അമ്മ എന്ത് ചെയ്താലും അത് നല്ലതിനാണെന്നേ പറയൂ. എൻ്റെ അമ്മയ്ക്ക് അങ്ങനെയൊരു നല്ല ആളെ കിട്ടി. എനിക്ക്. അപ്പോൾ അവളുടെ സഹോദരൻ പറയാണ്, സച്ചിയേട്ടൻ നല്ലവനയച്ചി. പാതി നല്ലവനാണെന്ന് തോന്നും. ചിലപ്പോൾ തോന്നും നല്ലവനാണെന്ന്, ചിലപ്പോൾ തോന്നും മോശമാണെന്ന്. അദ്ദേഹം ഏതിനത്തിൽ പെട്ടതാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ഈ അവസ്ഥയിലും ചേച്ചിക്ക് എങ്ങനെയാ ചിരിക്കാൻ തോന്നുന്നത്? എന്തിനാ ചിരിക്കാതിരിക്കുന്നത്? ചിരി വരുമ്പോൾ ചിരിക്കുക. പിന്നീട് ചിരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ? അതിനുള്ള അവസരം ഉണ്ടാവുമെന്ന് ആർക്കറിയാം? ഒക്കെ ശരിയാവും മോളെ. നീ എപ്പോഴും ചിരിച്ചുകൊണ്ട്, നീ എപ്പോഴും സന്തോഷം മാത്രം നിനക്കുള്ള ഒരു കാലം വരും. സച്ചിയെ എനിക്ക് വിശ്വാസം മോളെ. നിന്റെ കണ്ണീര് അവൻ തുടക്കും. ഞാനും അത് കൊതിക്കുന്നുണ്ട്. നടക്കുമെന്ന് ആർക്കറിയാം? നടക്കും. ദേവിക്ക് മുന്നിലുള്ള പ്രാർത്ഥന ഞാൻ മുടക്കാറില്ല. മക്കൾക്ക് വേണ്ടിയുള്ള അമ്മമാരുടെ കണ്ണീര് ദൈവം കാണാതിരിക്കില്ല. സച്ചിയും നീയും സന്തോഷത്തോടെ തന്നെ കഴിയും. ബാക്കി ഭാഗം നാളെ കാണാം. ഇന്നത്തെ കഥ ഇതോടെ അവസാനിച്ചു. അതുവരേക്കും സി യു ഓൾ.